സർ, പിതാമയുടെ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾ വരൂ. സർ, ഞാൻ തന്നെ വിളിച്ച് ഫോൺ പോക്കറ്റ് ഇടുന്നതിന് മുമ്പേ തുടങ്ങി. കളക്ടറുടെയും ഹോം മിനിസ്റ്ററുടെയും ഒക്കെ കോള്. നേരിട്ട് വന്ന് തന്നെ ഇവരുടെ മുത്തശ്ശി റിലീസ് ചെയ്യണമെന്നാ എനിക്കുള്ള ഓർഡർ. തനിക്ക് വല്ല പറയാനുണ്ടോ? എന്താ അവരുടെ പേരിലുള്ള ചാർജ്? മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു സർ. ആ വീട്ടിലുള്ള രണ്ടുപേരെ ഇവര് തല്ലിച്ചതച്ചു. ഇത്തരത്തിലുള്ള പരാതി ഇതിനു മുമ്പ് കിട്ടിയിട്ട് താൻ ഇങ്ങനെയൊന്നും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലല്ലോ. മാത്രമല്ല, പ്രായമായ ഒരു സ്ത്രീയെ കൊണ്ടുവന്നാൽ അവരെ ലോക്കപ്പ് ചെയ്യാറില്ലല്ലോ. സർ, അത് പിന്നെ അവര് ഒരിക്കൽ തന്റെ ദേഹത്ത് നിന്ന് ഈ യൂണിഫോം നഷ്ടപ്പെട്ടിട്ട് അത് തിരിച്ച് തന്റെ ദേഹത്ത് കയറാൻ വേണ്ടി താൻ ആരെയൊക്കെ കണ്ടു, എത്രയൊക്കെ അതിനുവേണ്ടി മുടക്കി, അതെല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയാം. തനിക്ക് ഈ യൂണിഫോം ചേരില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അധികം താമസിക്കാതെ താൻ ഇത് ചിലപ്പോ ഊരി വെക്കേണ്ടി വരും. അവരെ താൻ തന്നെ റിലീസ് ചെയ്. വേഗാവട്ടെ. സർ. വരൂ. കളക്ടർ മിനിസ്റ്ററൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ റിലീസ് ചെയ്യാൻ ഞാൻ നേരിട്ട് തന്നെ വന്നത്. സ്റ്റേഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനതിന് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്ക് പോവാം. വരുൺ സർ, എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. ഇനി വേറൊന്നുമില്ലല്ലോ? ഇല്ല സർ. താങ്ക് യു. ശരി. മുത്തശ്ശി, നമുക്ക് പോവാം. ഞാൻ ഇതിനകത്ത് കിടന്നിട്ട് എനിക്കൊരു ചുക്കും സംഭവിച്ചില്ല. അങ്ങനെയൊക്കെ പറയുമ്പോ ചേരയുടെ മുഖത്ത് ഒരു പരിഹാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അത് കാണാനില്ല. എന്റെ മുത്തശ്ശി അങ്ങനെ പോലീസ് ലോക്കപ്പിൽ കിടക്കാൻ മറ്റുള്ളവരോട് സമ്മതിച്ചു കൊടുക്കണ്ടേ? മുത്തശ്ശി വന്നേ. ഒരു മിനിറ്റ്. സാറേ, 5 മണിക്കൂറും 37 മിനിറ്റും, അതായത് 337 മിനിറ്റ് ഞങ്ങളുടെ മുത്തശ്ശി സാറിന്റെ കസ്റ്റഡിയിലായിരുന്നു. അത് സാറിന് ഓർമ്മ വയ്ക്കാനുള്ള ഒരു നമ്പറാ. അത്രയും നിമിഷങ്ങള് കെടാതെ കനൽ പോലെ ഞങ്ങളുടെ നെഞ്ചി കിടക്കും.